ഹലോ ഓൾ, PSC ടേണിംഗ് പോയിൻറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട ഒരു മോക്ക് ടെസ്റ്റാണ് ചെയ്യുന്നത്. എല്ലാവരും വീഡിയോ പൂർണ്ണമായി കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യത്തെ ചോദ്യം നോക്കാം. പഠനത്തിനൊപ്പം തൊഴിൽ എന്ന ലക്ഷ്യവുമായി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് തൊഴിൽ വകുപ്പുമായി ചേർന്ന് നടപ്പാക്കുന്ന പദ്ധതി. ഉത്തരം ഓപ്ഷൻ എ ആണ് കർമ്മചാരി. പഠനത്തിനൊപ്പം തൊഴിൽ എന്ന ലക്ഷ്യവുമായി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് തൊഴിൽ വകുപ്പുമായി ചേർന്ന് നടപ്പാക്കുന്ന പദ്ധതിയാണ് കർമ്മചാരി. അപ്പോൾ കർമ്മചാരി എന്ന പദ്ധതി നടപ്പിലാക്കുന്നത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പും തൊഴിൽ വകുപ്പുമാണ്. പഠനത്തിനൊപ്പം തൊഴിൽ എന്ന ലക്ഷ്യവുമായിട്ടാണ് കർമ്മചാരി പദ്ധതി നടപ്പാക്കുന്നത്. അടുത്ത ചോദ്യം നോക്കാം. 2023 രജത ജൂബിലി ആഘോഷിച്ച രാജ്യത്തെ ഏറ്റവും വലിയ സ്വകാര്യ തുറമുഖം. ഉത്തരം ഓപ്ഷൻ ബി ആണ് മുന്ദ്ര. 2023 രജത ജൂബിലി ആഘോഷിച്ച രാജ്യത്തെ ഏറ്റവും വലിയ സ്വകാര്യ തുറമുഖമാണ് മുന്ദ്ര. അപ്പോൾ 2023 രജത ജൂബിലി ആഘോഷിച്ച രാജ്യത്തെ ഏറ്റവും വലിയ തുറമുഖം മുന്ദ്ര തുറമുഖമാണ്. അടുത്ത ചോദ്യം. 2023 G20 ട്രോയ്ക്കയിലേക്കുള്ള രാജ്യങ്ങളിൽ ഉൾപ്പെടാത്തത്. ഉത്തരം ഓപ്ഷൻ ഡി ആണ് ദക്ഷിണാഫ്രിക്ക. 2023 G20 ട്രോയ്ക്കയിലേക്കുള്ള രാജ്യങ്ങളിൽ ഉൾപ്പെടുന്നതാണ് ഇന്ത്യ, ബ്രസീൽ, ഇന്തോനേഷ്യ എന്നിവരൊക്കെ. അപ്പോൾ 2023 G20 ട്രോയ്ക്കയിലേക്കുള്ള രാജ്യങ്ങളിൽ ഉൾപ്പെടുന്നത് ഇന്ത്യ, ബ്രസീൽ, ഇന്തോനേഷ്യ എന്നിവയാണ്. അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യൻ കരസേനയും വ്യോമസേനയും ചേർന്നുള്ള ഗഗൻ സ്ട്രൈക്ക് 2 സംയുക്ത അഭ്യാസത്തിൻ്റെ വേദി. ഉത്തരം ഓപ്ഷൻ ബി ആണ് പഞ്ചാബ്. ഇന്ത്യൻ കരസേനയുടെയും വ്യോമസേനയുടെയും ചേർന്നുള്ള ഗഗൻ സ്ട്രൈക്ക് 2 സംയുക്ത അഭ്യാസത്തിൻ്റെ വേദി പഞ്ചാബാണ്. അപ്പോൾ പഞ്ചാബാണ് ഇന്ത്യൻ കരസേനയുടെയും വ്യോമസേനയുടെയും സംയുക്ത അഭ്യാസമായ ഗഗൻ സ്ട്രൈക്ക് 2ൻ്റെ വേദി. അടുത്ത ചോദ്യം. 2024 ജനുവരിയിൽ പ്രകാശനം ചെയ്ത കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളും കേരളത്തോടുള്ള അവഗണനയും എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ്. ഉത്തരം ഓപ്ഷൻ ബി ആണ് കാനം രാജേന്ദ്രൻ. 2024 ജനുവരിയിൽ പ്രകാശനം ചെയ്ത കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളും കേരളത്തോടുള്ള അവഗണനയും എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് കാനം രാജേന്ദ്രനാണ്. അപ്പോൾ കാനം രാജേന്ദ്രൻ രചിച്ച പുസ്തകമാണ് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളും കേരളത്തോടുള്ള അവഗണനയും എന്ന പുസ്തകം. അടുത്ത ചോദ്യം. ഹമൂൺ ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യം. ഉത്തരം ഓപ്ഷൻ എ ആണ് ഇറാൻ. ഇറാനാണ് ഹമൂൺ ചുഴലിക്കാറ്റിന് പേര് നൽകിയത്. ഹമൂൺ ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യം ഇറാനാണ്. അടുത്ത ചോദ്യം. 25ാമത്തെ പത്മപ്രഭ പുരസ്കാരത്തിന് അർഹനായത്. ഉത്തരം ഓപ്ഷൻ എ ആണ് റഫീഖ് അഹമ്മദ്. അപ്പോൾ റഫീഖ് അഹമ്മദാണ് 25ാമത്തെ പത്മപ്രഭ പുരസ്കാരത്തിന് അർഹനായത്. 25ാമത് പത്മപ്രഭ പുരസ്കാരം ലഭിച്ചത് റഫീഖ് അഹമ്മദിനാണ്. അടുത്ത ചോദ്യം. 4ാമത് ലോക കേരള സഭയുടെ വേദി. ഉത്തരം ഓപ്ഷൻ ബി ആണ് തിരുവനന്തപുരം. അപ്പോൾ 4ാമത്തെ ലോക കേരള സഭയുടെ വേദി തിരുവനന്തപുരമാണ്. അപ്പോൾ തിരുവനന്തപുരമാണ് 4ാമത് ലോക കേരള സഭയുടെ വേദി. അടുത്ത ചോദ്യം നോക്കാം. ഗ്രീൻ ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്ന ലോകത്തെ ആദ്യ വിമാനത്താവളം. ഉത്തരം ഓപ്ഷൻ എ ആണ് കൊച്ചി രാജ്യാന്തര വിമാനത്താവളം. കൊച്ചി രാജ്യാന്തര വിമാനത്താവളമാണ് ഗ്രീൻ ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്ന ലോകത്തെ ആദ്യ വിമാനത്താവളം. ഗ്രീൻ ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്ന ലോകത്തെ ആദ്യ വിമാനത്താവളം കൊച്ചി രാജ്യാന്തര വിമാനത്താവളമാണ്. അപ്പോൾ കൊച്ചി രാജ്യാന്തര വിമാനത്താവളമാണ് ഗ്രീൻ ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്ന ലോകത്തിലെ ആദ്യ വിമാനത്താവളം. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 2024-25 കേരള ബജറ്റ് അവതരിപ്പിച്ചത് ആര്? ഉത്തരം ഓപ്ഷൻ ബി ആണ് കെ.എൻ. ബാലഗോപാലൻ. കെ.എൻ. ബാലഗോപാലനാണ് 2024-25 കേരള ബജറ്റ് അവതരിപ്പിച്ചത്. 2024-25 കേരള ബജറ്റ് അവതരിപ്പിച്ചത് കെ.എൻ. ബാലഗോപാലൻ. അടുത്ത ചോദ്യം നോക്കാം. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ആകാശപാത നിലവിൽ വന്ന ജില്ല. ഉത്തരം ഓപ്ഷൻ ബി ആണ് തൃശ്ശൂർ. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ആകാശപാത നിലവിൽ വന്നത് തൃശ്ശൂർ ജില്ലയിലാണ്. തൃശ്ശൂർ ജില്ലയിലാണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ആകാശപാത നിലവിൽ വന്നത്. അടുത്ത ചോദ്യം. 2024 മെയ്യിൽ ഇറാനിലെ ചബഹാർ തുറമുഖ നടത്തിപ്പുമായി ബന്ധപ്പെട്ട കരാറിൽ ഒപ്പുവെച്ച രാജ്യം. ഉത്തരം ഓപ്ഷൻ സി ആണ് ഇന്ത്യ. 2024 മെയ്യിൽ ഇറാനിലെ
ചബഹാർ തുറമുഖ നടത്തിപ്പുമായി ബന്ധപ്പെട്ട കരാറിൽ ഒപ്പുവെച്ചത് ഇന്ത്യയാണ്. അപ്പോൾ ഇന്ത്യയാണ് 2024 മെയ്യിൽ ഇറാനിലെ ചബഹാർ തുറമുഖ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് കരാറിൽ ഒപ്പുവെച്ചത്. അടുത്ത ചോദ്യം നോക്കാം. 47ാമത് കേരള ഫിലിം ക്രിട്ടിക്സ് പുരസ്കാരത്തിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ആട്ടം. 47ാമത് കേരള ഫിലിം ക്രിട്ടിക്സ് പുരസ്കാരത്തിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആട്ടം എന്ന ചിത്രമാണ്. അപ്പോൾ ആട്ടം എന്ന സിനിമയാണ് 47ാമത്തെ കേരള ഫിലിം ക്രിട്ടിക്സ് പുരസ്കാരത്തിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത്. അപ്പോൾ 47ാമത് കേരള ഫിലിം ക്രിട്ടിക്സ് പുരസ്കാരത്തിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആട്ടം എന്ന സിനിമയാണ്. അടുത്ത ചോദ്യം. 2023 ഓഗസ്റ്റിൽ ചന്ദ്രയാൻ 3ന്റെ പ്രഗ്യാൻ റോവർ ചന്ദ്രനിൽ ഏതു മൂലകത്തിൻ്റെ സാന്നിധ്യമാണ് ആദ്യമായി സ്ഥിരീകരിച്ചത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, സൾഫർ. 2023 ഓഗസ്റ്റിൽ ചന്ദ്രയാൻ 3ന്റെ പ്രഗ്യാൻ റോവർ ചന്ദ്രനിൽ സൾഫറിൻ്റെ സാന്നിധ്യമാണ് ആദ്യമായി സ്ഥിരീകരിച്ചത്. അപ്പോൾ 2023 ഓഗസ്റ്റിൽ ചന്ദ്രയാൻ 3ന്റെ പ്രഗ്യാൻ റോവർ ചന്ദ്രനിൽ സൾഫർ എന്ന മൂലകത്തിൻ്റെ സാന്നിധ്യമാണ് ആദ്യമായി സ്ഥിരീകരിച്ചത്. അടുത്ത ചോദ്യം. വാൻചുവ അഗ്രികൾച്ചറൽ ഫെസ്റ്റിവൽ ആഘോഷിക്കുന്ന സംസ്ഥാനം? ഉത്തരം ഓപ്ഷൻ എ ആണ്, അസം. അപ്പോൾ അസമാണ് വാൻചുവ അഗ്രികൾച്ചറൽ ഫെസ്റ്റിവൽ ആഘോഷിക്കുന്ന സംസ്ഥാനം. വാൻചുവ അഗ്രികൾച്ചറൽ ഫെസ്റ്റിവൽ ആഘോഷിക്കുന്ന സംസ്ഥാനം അസമാണ്. അടുത്ത ചോദ്യം. ഭാരതീയ ന്യായ സംഹിത ബിൽ 2023 അവതരിപ്പിച്ചത് ആര്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, അമിത് ഷാ. അമിത് ഷായാണ് ഭാരതീയ ന്യായ സംഹിത ബിൽ 2023 അവതരിപ്പിച്ചത്. ഭാരതീയ ന്യായ സംഹിത ബിൽ 2023 അവതരിപ്പിച്ചത് അമിത് ഷായാണ്. അടുത്ത ചോദ്യം. 2023 സാഫ് കപ്പിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയത് ആര്? ഉത്തരം ഓപ്ഷൻ സി ആണ്, സുനിൽ ഛേത്രി. സുനിൽ ഛേത്രിയാണ് 2023 സാഫ് കപ്പിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയത്. 2023 സാഫ് കപ്പിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയത് സുനിൽ ഛേത്രിയാണ്. അപ്പോൾ സുനിൽ ഛേത്രിയാണ് 2023 സാഫ് കപ്പിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയത്. അടുത്ത ചോദ്യം. വെസ്റ്റ് നൈൽ പനി ബാധിച്ചുള്ള കേരളത്തിലെ ആദ്യ മരണം സ്ഥിരീകരിച്ചത് ഏതു ജില്ലയിലാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, തൃശ്ശൂർ. വെസ്റ്റ് നൈൽ പനി ബാധിച്ചുള്ള കേരളത്തിലെ ആദ്യ മരണം സ്ഥിരീകരിച്ചത് തൃശ്ശൂർ ജില്ലയിലാണ്. തൃശ്ശൂർ ജില്ലയിലാണ് വെസ്റ്റ് നൈൽ പനി ബാധിച്ചുള്ള കേരളത്തിലെ ആദ്യ മരണം സ്ഥിരീകരിച്ചത്. അപ്പോൾ വെസ്റ്റ് നൈൽ പനി ബാധിച്ചുള്ള കേരളത്തിലെ ആദ്യ മരണം സ്ഥിരീകരിച്ചത് തൃശ്ശൂർ ജില്ലയിലാണ്. അടുത്ത ചോദ്യം. പൗരന്മാരെ പോലെ തന്നെ നിയമപരമായ എല്ലാ അവകാശങ്ങളുമുള്ള ജീവനുള്ള വ്യക്തിയാണ് പ്രകൃതി എന്ന വിധി പ്രസ്താവിച്ച കോടതി ഏത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, മദ്രാസ് ഹൈക്കോടതി. പൗരന്മാരെ പോലെ തന്നെ നിയമപരമായ എല്ലാ അവകാശങ്ങളുമുള്ള ജീവനുള്ള വ്യക്തിയാണ് പ്രകൃതി എന്ന വിധി പ്രസ്താവിച്ചത് മദ്രാസ് ഹൈക്കോടതിയാണ്. അപ്പോൾ മദ്രാസ് ഹൈക്കോടതിയാണ് പൗരന്മാരെ പോലെ തന്നെ നിയമപരമായ എല്ലാ അവകാശങ്ങളുമുള്ള ജീവനുള്ള വ്യക്തിയാണ് പ്രകൃതി എന്ന വിധി പ്രസ്താവിച്ചത്. ഇന്നത്തെ വീഡിയോ ഇവിടെ തീരുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.